എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലഞ്ച് റെസിപ്പിയിലെ കറി പാലക്കാടുകാരുടെ പ്രിയപ്പെട്ട ഇടിച്ചക്ക പുളിങ്കറിയാണ്. ഇടിച്ചക്ക സാമ്പാറിന്റെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പാചകത്തിൽ തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ലഞ്ച് മെനു ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. 20ഓളം ഉച്ചഭക്ഷണത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലഞ്ച് മെനു എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇടിച്ചക്ക പുളിങ്കറിയുടെ കൂടെ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കപ്പക്കിഴങ്ങ് എന്നാണ് പറയുക. ചില സ്ഥലത്ത് മധുരക്കിഴങ്ങ്, ചില സ്ഥലത്ത് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും. ഇടിച്ചക്ക എങ്ങനെയാണ് നന്നാക്കുക എന്നുള്ളതൊക്കെ മുമ്പൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. ഇടിച്ചക്ക ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ചക്ക വേവാൻ ആവശ്യമായ വെള്ളം, ഇതൊക്കെ കൂടെ വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ ചക്ക വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം. ചക്ക വേവുന്ന സമയം കൊണ്ട് 1.5 പിടിയോളം സാമ്പാർ പരിപ്പെടുത്ത് വേവിക്കാം. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് ആ പുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ പുളിവെള്ളം എടുത്തിട്ട് ആ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയാണ് ഒഴിക്കുന്നത്. വാളംപുളി, പിഴിപുളി, സാമ്പാർ പുളി എന്നൊക്കെ പറയുമല്ലോ. പുളി ഒഴിച്ച ശേഷം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴേക്കും ഇവിടെ പരിപ്പ് വെന്തിട്ടുണ്ട്. വെന്ത പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഉടച്ച പരിപ്പിനെ നമുക്ക് ഈ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് മുളകോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുളിങ്കറിക്ക് എരിവിന് വേണ്ടി നമ്മൾ മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇപ്പം തന്നെ വെന്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. ഇനി കുക്കറിലാണ് നിങ്ങൾ ചക്ക വെക്കുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇവിടെ നല്ലോണം ഉടയ്ക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ചക്ക ഇങ്ങനെ വേവിച്ചെടുത്തത്. നന്നായിട്ട് തിളച്ച ശേഷം കറി ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ വട്ടത്തിൽ അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാലക്കാടുള്ള മിക്ക കറികളും എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ചിലർ ഈ പുളിങ്കറി വെക്കുന്ന സമയത്ത് അതിനകത്ത് തക്കാളി ചേർക്കുന്നാണ് തോന്നുന്നത്. അമ്മ എനിക്ക് തക്കാളി ചേർക്കുന്നതായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തക്കാളി ചേർക്കാറില്ല. വെണ്ടയ്ക്ക, കുമ്പളങ്ങ, വെള്ളരിക്ക ഇതൊക്കെ തന്നെ പുളിങ്കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും പുളിങ്കറി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. ഉള്ളി ഒന്ന് ഇങ്ങനെ ചുവന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് ഈ ഒരു പുളിങ്കറി. ഇനി നമുക്ക് കപ്പക്കിഴങ്ങ് കൊണ്ട് ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കപ്പക്കിഴങ്ങ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കപ്പക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. നന്നായിട്ട് ഉരച്ച് കഴുകി അതിൻ്റെ മുകളിലുള്ള ചളിയൊക്കെ കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. മുറിച്ചിട്ട് അത് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. കപ്പക്കിഴങ്ങ് ചൂടാറിയിട്ട് തൊലി കളഞ്ഞെടുക്കണം. അത് ചൂടാറുമ്പോഴേക്കും നമുക്കിവിടെ ഒരു 10-20 ചെറിയുള്ളി, 1-2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, എരിവിനാവശ്യമായ വറ്റൽമുളക്, ഉണക്കമുളക് ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അരച്ചെടുക്കാൻ പാടില്ല. കപ്പക്കിഴങ്ങ് ചൂടൊക്കെ ആറി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനിയും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കണം. ഇതേപോലെയുള്ള കഷ്ണങ്ങളാക്കി വെക്കാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയുള്ളി ചേർത്താലും മതി. വലിയുള്ളി ചേർക്കുന്നതിനേക്കാളും സ്വാദ് കൂടുതൽ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ്. പച്ചമണം മാറുന്നത് വരെ നമുക്ക് അതൊന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ടതിൻ്റെ എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുവിധം പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ച് അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കപ്പക്കിഴങ്ങ് ശരീരത്തിന് വളരെയേറെ നല്ലതാണ്. ഇതുപോലെ ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് കൂടുതൽ നല്ലത്. വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എടുക്കുന്നതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് മൊരിയുന്നത് വരെ വേണമെങ്കിൽ വെക്കാം. ഇവിടെ പിന്നെ അധികം മൊരിയിച്ചെടുത്തിട്ടൊന്നുമില്ല. കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് പിന്നെ തീ ഓഫ് ചെയ്യാണ് ചെയ്തത്. കുറേ നേരം അങ്ങനെ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ അത് മൊരിയിച്ച് തന്നെ എടുക്കാൻ പറ്റും.
ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല സ്വാദാണ് ഇതിന്. ചൂടുള്ള പാലക്കാടൻ മട്ട ചോറ്, സ്വാദുള്ള കപ്പക്കിഴങ്ങ് ഉപ്പേരി, നല്ല സ്വാദുള്ള ഇടിച്ചക്ക പുളിങ്കറി, കുറച്ച് തൈര്, ഒരു ഉണക്കമുളക്. ഇതൊക്കെയായിരുന്നു ഉച്ചയൂണിന്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.